നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകാതെ പതിനായിരക്കണക്കിന് പ്രവാസികൾ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനയാത്രാ നിരക്ക് കുത്തനെ കൂട്ടിയതിനാൽ വോട്ടർ പട്ടികയിൽ പേരുള്ള പകുതി പേർക്ക് പോലും സംസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് നിരവധി നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും സ്വാധീനിക്കും. ഞാൻ ആക്ച്വലി ഫസ്റ്റ് വോട്ട് ചെയ്തത് PPE കിറ്റൊക്കെ ഇട്ടായിരുന്നു. കാരണം ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്തവണ വോട്ട് ചെയ്യാൻ പറ്റാത്തതിലെല്ലാം സങ്കടമുണ്ട്. ആക്ച്വലി നമ്മൾ കുടുംബത്തോട് കൂടിയിട്ട് 25-ാം തീയതി പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തതായിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റ് ക്യാൻസലായി. അതുപോലെ തന്നെ ഇനിയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയും അല്ലാതെ ഉള്ളത് കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. വോട്ട് ചെയ്യാനാകാത്തവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ നീളും. സംസ്ഥാനത്ത് ആകെ 2,23,558 പ്രവാസി വോട്ടുകളുണ്ട്. 1000-ലധികം പ്രവാസി വോട്ടുകളുള്ള 47 മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ 333 വോട്ടിന് KP കുഞ്ഞഹമ്മദ് കുട്ടി വിജയിച്ച കുറ്റ്യാടിയിൽ മാത്രം 16,002 പ്രവാസി വോട്ട്. രണ്ടാം സ്ഥാനത്തുള്ള നാദാപുരത്ത് 12,424 പ്രവാസി വോട്ടുകളാണുള്ളത്. മഞ്ചേശ്വരം മുതൽ തിരുവമ്പാടി വരെയുള്ള 32 മണ്ഡലങ്ങൾ എടുത്താൽ 27 1000-ലധികം പ്രവാസി വോട്ടുകളുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലെ പല വിമാനത്താവളങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് സർവീസുകളില്ല. ഉള്ളതിന് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് മാത്രം 1,00,000-ലധികം രൂപ നൽകണം. വോട്ട് ചെയ്യാൻ വന്ന ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. യാത്രാ നിരക്ക് കൂടുതലിന്റെയും പിന്നെ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ ഫ്ലൈറ്റിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും നാട്ടിലേക്ക് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. 140 മണ്ഡലങ്ങളിൽ 95-ഇടത്തും 500-ലധികം പ്രവാസി വോട്ടുകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗൾഫിലെ പല നഗരങ്ങളിൽ നിന്നും വോട്ട് വിമാനങ്ങൾ ഉണ്ടായിരുന്നു. KMCC, ഇൻകാസ്, OICC, ഇടത് പ്രവാസി സംഘടനകൾ എന്നിവയെല്ലാം വിമാനം ചാർട്ട് ചെയ്ത് വോട്ടർമാരെ കൊണ്ടുവന്നിരുന്നെങ്കിലും ഇത്തവണ വോട്ട് വിമാനങ്ങളില്ല. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ വിമാനത്താവളങ്ങൾ നാമമാത്രമായാണ് പ്രവർത്തിക്കുന്നത്. ദുബായ്, ഷാർജ, അബുദാബി, റിയാദ്, ദമാം തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ പകുതിയിലധികം വെട്ടിക്കുറച്ചു. ജോലി നഷ്ടപ്പെടുമോ, തിരിച്ചുവരാൻ വിമാനം കിട്ടുമോ തുടങ്ങിയ ആശങ്കകളും പ്രവാസികൾക്കിടയിൽ ശക്തമാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.